ഇന്ന് മൊത്തത്തിൽ എന്താ കയ്യിൽ നിന്ന് പോയൊരു വാട്ടേ ഈട്ടിൻ്റെ ഇടയിൽ കാണിച്ചു തരാമെന്നാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ. അമ്പലത്തിൽ പോയി തൊഴുത് അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ചെന്നപ്പം എഴുന്നള്ളത്ത ഒന്നും വന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു എങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ ടെമ്പിൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ക്ഷേത്രം, നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. ഇവന് നമ്മൾ ഇത് കൊടുത്തങ്ങ് ഒതുക്കി. ഇതിനു വേണ്ടി ഞാൻ കൂടെ വന്നത്. ഇനി കുറച്ച് നേരം ഇവൻ എന്തായാലും സൈലൻ്റ് ആയിരിക്കും എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നേരെ പാനിപ്പൂരി വാങ്ങിക്കാമെന്ന് കരുതി. പക്ഷേ പാനിപ്പൂരി അത്ര ഗുമ്മൊന്നുമില്ലായിരുന്നു. ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും ഇവിടെ ഒരുത്തി സമ്മതിക്കത്തില്ല. അപ്പ കൈയിട്ട് വരും. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം മേടിച്ച് കഴിച്ചോളാം. ഇനി ഇതേപോലത്തെ ഭക്ഷണം അടുത്ത കാലത്തൊന്നും കിട്ടിയെന്ന് വരില്ല. അതും കഴിച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു. സോ ഐസ്ക്രീം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇത് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പറയത്തക്ക വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നു. അതും ഓക്കെ ആയിരുന്നു. ഓരോരുത്തന്മാരും വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. പിന്നെ എനിക്ക് നാണംകിടല് എല്ലായിടത്തും ചെന്നാലും ഒരു ശീലമായതുകൊണ്ട് എനിക്ക് വലിയ നാണക്കേടൊന്നും തോന്നിയില്ല. ഓക്കെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഒരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുലുക്കി കുടിക്കാൻ പോയി. ആ കുട്ടിയെ കണ്ടുപിടിക്കുക. ഇപ്പൊ തന്നെ 3 എണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. നിങ്ങൾ കരുതത് തീർന്നില്ലേന്ന്? തീർന്നു. ഇത് ലാസ്റ്റ് വൺ. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. ഇപ്പം നിങ്ങൾ വിചാരിക്കും കുറച്ചുകൂടെ തിന്നൂടായിരുന്നു. അവിടെ ഉള്ള എല്ലാം കഴിച്ചു തീർന്നടാ, ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ട്രൈ ചെയ്യാമായിരുന്നു. അപ്പം നമ്മൾ ഘോഷയാത്ര കാണാൻ നിന്നില്ല, പിന്നെ തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.